ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. വേണുടെ ധൈര്യമായിട്ടിരിക്കുക. എപ്പോഴും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഞാൻ ജീവനോടെ ഉള്ളപ്പോ രാജുവിന്റെ ശരീരത്ത് ഒരു നുള്ള മണ്ണ് വീടാൻ ഞാൻ സമ്മതിക്കില്ല. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്കറിയണം. കണ്ടുപിടിച്ച് അവരെന്റെ മുന്നിലെത്തിക്കണം. ശരി സാർ, ആരാണെന്ന് ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. പിടിച്ചോണ്ട് പോകണേ സാർ. ശരി, ഓക്കെ അല്ലേ? ഓക്കെ രാജു, നീ ഓക്കെ അല്ലേ? വാ. എന്റെ മകൻ ഒരു പോറല് പോലും വെക്കാതെ വർമ്മ സാർ അവനെ തിരികെ കൊണ്ടുവരണേ. അമ്മക്കറിയാതെ അമ്മേ, അമ്മാവനെയും കാടൻ എന്തെങ്കിലും ചെയ്തു കാണും, എനിക്ക് ഉറപ്പാ. കാടന്റെ മുമ്പിൽ പിടിച്ചിരിക്കാനുള്ള ആംബിയറൊന്നും അമ്മാവനില്ല. ദീപകെ, അത് നിനക്ക് നിന്റെ അമ്മാവനെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ. നീ മാറി നിന്ന് സംസാരിക്കുമ്പോ ഹൃദയ കേൾക്കാതെ നോക്കണമായിരുന്നു. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. നീ മാറിയേക്ക്. തന്നോളൂ. വർമ്മ സാറേ, ഇനി നമുക്ക് മുഖ്യ ചടങ്ങിലേക്ക് കടക്കാം. രാജുവിന് വേഷം മാറ്റി ഒരുക്കി കൊണ്ടുവന്നുള്ളൂ. ഇനി എന്ത് ചടങ്ങാ വേണു ഏട്ടാ? ഞാൻ പറയാൻ രാധ. രാജു എന്റെ കൂടെ വാ. അപ്പോ ഇനിയുണ്ടോ ചടങ്ങ്? ഇനി എന്ത് ചടങ്ങാ ചെയ്തത് സാറേ? രാജു വാ, ഞാൻ പറയാം. വാ. ചെല്ലു മോനെ, ചെല്ലു. വാ രാജു. അച്ഛാ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഒരു കുഴപ്പമില്ല മോളെ. ഞങ്ങളുടെ മകന്റെ ജീവൻ രക്ഷിച്ച വർമ്മ സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഏയ്, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്താ വേണോട്ടേത്? നമുക്കിടയിൽ ഇങ്ങനെ നന്ദി വാക്കിന്റെ ആവശ്യമുണ്ടോ? എന്റെ ചങ്കിന്റെ പാതിയാണ് രാജുവിന ഞാൻ കരുതുന്നത്. എന്റെ മകളുടെ കഴുത്തിലെ താലിയർക്കാൻ നോക്കിയത് ആരായാലും അവരെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ വിചാരണ ചെയ്ത് അവർക്കുള്ള ശിക്ഷ നൽകിയിരിക്കും. വേണുടെ ധൈര്യമായിട്ടിരിക്കുക. എപ്പോഴും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഞാൻ ജീവനോടെ ഉള്ളപ്പോ രാജുവിന്റെ ശരീരത്ത് ഒരു നുള്ള മണ്ണ് വീടാൻ ഞാൻ സമ്മതിക്കില്ല. പ്രതാപ, ഞാൻ നമ്മുടെ ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. രാജുവിനെ അപായപ്പെടുത്താൻ വന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് അവരുടനെ കണ്ടുപിടിക്കും. അതിനു മുൻപ് പോലീസ് തന്നെ എല്ലാം കണ്ടുപിടിക്കും അമ്മായി. ശേഖരൻ സാറേ, എന്താ ഇതൊക്കെ? ഞാൻ എന്റെ ഷർട്ട് തന്നെ ഇട്ടോളാം. എനിക്ക് അതിന്റെ കൂടെ ഒരു കാവ്യമുണ്ട് തന്നാ മതി. കായമുണ്ടോ? അതൊന്നും പറ്റില്ല. ഈ വേഷം രാജുവിന് നന്നായി ചേരുന്നുണ്ട്. ഈ വേഷോ? ഇതെന്ത് വേഷ? പണ്ടൊക്കെ കോവിലകത്ത് തമ്പുരാന്മാരായിരുന്ന കാരണവന്മാര് ധരിച്ചിരുന്ന വേഷോ ഇത്. രാജുവിന് ഈ വേഷം നന്നായി ചേരുന്നുണ്ട്.
ഈ വേഷം എനിക്ക് ചേരുമെന്നോ? കൊള്ളാം. ശേഖര സാർ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇതിട്ട് അവിടേക്ക് ചെന്നാലേ അവിടെ ഉള്ളവരൊക്കെ എന്നെ പരിഹസിച്ച് ചിരിക്കും. അത് നീ പറഞ്ഞത് കറക്റ്റാ. നിനക്ക് പറ്റിയ വേഷം 300 രൂപയുടെ ഷർട്ടും 600 രൂപയുടെ പാൻസും. അത് നീ ആഴ്ചയിൽ 4 ദിവസം ഒരേ ഡ്രസ് തന്നെയല്ലേ ഇടാറുള്ളൂ. അങ്ങനെ കണ്ട് കണ്ട് ഞങ്ങൾക്കത് ശീലായി രാജു. ഈ വേഷമൊന്നും ധരിക്കാനേ നിനക്ക് യോഗ്യതയില്ല രാജു. എന്തിനാ വെറുതെ അത് നിന്റെ ദേഹത്തിട്ട് ചീത്താക്കുന്നേ? ദീപക്കെ, നിന്നെ ആരെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? ദേ, നീ വെറുതെ അലമ്പുണ്ടാക്കാതെ പോകാൻ നോക്കിയേ. അയ്യോ, ചെറിയ മാവന് ദേഷ്യം വന്നോ? ദേഷ്യം വരുമ്പോ ചെറിയ മാവനെ കാണാനേ ഒരു പ്രത്യേക ഭംഗിയാ. അല്ല, വലിയ മാവനെ പോലെ ചെറിയ മാവനെ കളരി പിടിച്ചിട്ടുണ്ടോ? നീങ്ങ വാ, കളരി ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം. വേണ്ട ശേഖര സാറേ. ഏ, ശേഖരൻ സാറോ? രാജു സാറ് പറഞ്ഞതുകൊണ്ട് മാത്രം എന്നൊന്നും ചെയ്യരുത് കേട്ടോ. ദീപക്കെ, നീ പോ. ഡോ, തനിക്ക് നാണമില്ലല്ലോ. എവിടെ നിന്നോ വലിഞ്ഞേറി വന്ന് ഒരു ജോലിക്കാരനെ പിടിച്ച് തലയിലെടുത്ത് ചുമന്നോണ്ട് നടക്കാൻ തനിക്ക് തലയ്ക്ക് ഓളമുണ്ടോ? സാറേ വേണ്ട. എടാ രാജു, നാഴികയ്ക്ക് 40 വട്ടം നീ അമ്മാരോട് പറയായിരുന്നല്ലോ നീ എന്നും അമ്മാരുടെ വിശ്വസ്തനായ ജോലിക്കാരനാണെന്ന്. എന്നിട്ട് നീ ഇപ്പൊ എന്താടാ ചെയ്യുന്നത്? എനിക്ക് അവകാശപ്പെട്ട സ്ഥാനത്താ നീ ഇപ്പൊ ഞെളിഞ്ഞേറിയിരിക്കുന്നത്. ദീപകെ, സൂക്ഷിച്ച് സംസാരിക്കണം. ദേ, എനിക്കിതൊക്കെ ചെയ്യണമെന്ന് ഒരു താല്പര്യമോ ആഗ്രഹമോ ഉണ്ടായിട്ടല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇവരെല്ലാരും കൂടി നിർബന്ധിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ? മതിയടാ നിന്റെ അഭിനയം. അഭിനയിച്ച് നീ അങ്ങ് മഹാനടനാവല്ലേ, അതും എന്റെ മുന്നില്. അവന് താല്പര്യമില്ല അത്ര. ഇങ്ങനെ മടിച്ച് നിൽക്കുന്നതായിട്ട് നിനക്കങ്ങ് അഭിനയിച്ചാ മതിയല്ലോ. നിർബന്ധിച്ച് നിന്നെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കാൻ ഇവിടെ കുറെ ആളുകളും ഉണ്ടല്ലോ. നീ കോമാളി വേഷം കെട്ടി അവിടെ നിൽക്കുന്ന എനിക്കൊന്ന് കാണണം. ദീപക്കെ, മതിയായിക്കോ, അല്ലെങ്കിൽ ഞാനിപ്പോ പ്രതാപേട്ടനെ വിളിക്കും. അങ്ങനെ അമ്മാനെ വിളിക്കുന്നു പറഞ്ഞാ ഞാനങ്ങ് പേടിക്കുന്നു കരുതിയോ? എങ്കിൽ തെറ്റി. എനിക്കിവിടെ ആരെയും പേടിയൊന്നുമില്ല. എങ്കിൽ നീ വാ, നമുക്ക് ചേട്ടനടുത്തേക്ക് പോയി രാജുവിന് വേഷം നൽകുന്നതും രാജു ഈ ചടങ്ങൊന്നും ചെയ്യുന്നതെന്ന് എനിക്ക് ഇഷ്ടമല്ലെന്നും പറയാം. നീ വാ. വേണ്ട, എനിക്ക് കാലുണ്ട്. എനിക്ക് തനിയെ ചെന്ന് പറയാൻ അറിയാം. ആണോ? എങ്ങനെ ചെല്ലു മോനെ. ആ, ഞാൻ പോവാ. ഇങ്ങനെ ഒരുത്തൻ നമ്മുടെ കുടുംബത്തിൽ ഒന്ന് പിറന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ